നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്ന രേവതി? നമ്മൾ കുറച്ചു സമയം ചിരിച്ച് സന്തോഷിച്ച് ജോളിയായി ഇടപഴകിയാൽ തീരാന്നുള്ള പ്രശ്നമേ ഇവിടെ ഉള്ളൂ. കരഞ്ഞാൻ ബോറാം. എന്തിനാ വെറുതെ? ഞാൻ പറയുന്നത് രേവതിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ സ്വഭാവം എനിക്ക് പിടിക്കാത്തത്. ഞാൻ പറയുന്നത് നിനക്കെന്താ മനസ്സിലാവാത്തത്? വേണമെങ്കിൽ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. അതായത് രേവതി, ഒരു KSRTC ഡ്രൈവറുമായി നിന്റെ കല്യാണം ഉറപ്പിച്ചു. എന്ത് സന്തോഷമായിട്ടുണ്ടാവും നിന്റെ അച്ഛനും അമ്മയ്ക്കും. രേവതി മോളുടെ ജീവിതം ഭദ്രമായില്ലേ? സർക്കാർ ജോലിക്കാരനല്ലേ, കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ? എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവര് കാശ് ഉരുപ്പടിയൊക്കെ റെഡിയാക്കിയത്. നിന്റെ കല്യാണം നടക്കാൻ പോകുന്നതിൽ നിന്നേക്കാൾ സന്തോഷം അവർക്കായിരിക്കും. എന്നിട്ടത് മുടങ്ങിപ്പോയാൽ അവർക്ക് സഹിക്കാൻ പറ്റുമോ? കൊള്ളല്ലേ രേവതി? കൊള്ളാം. നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അച്ഛനും അമ്മയും സങ്കടപ്പെടുത്തിയാൽ നിനക്ക് പാവം കിട്ടും രേവതി. സങ്കടപ്പെടുക മാത്രമല്ല, സങ്കടം സഹിക്കാനാവാതെ ഒരു കുപ്പി വേഷത്തിലോ ഒരു മുഴം കയറിലോ അവര് സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ അച്ഛനമ്മമാരെ കൊലക്കി കൊടുത്തിട്ട് നിനക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയോ? ഇല്ല, കുറ്റബോധം തോന്നും. രഘുചേട്ടൻ പറഞ്ഞത് അനുസരിച്ചാൽ മതിയായിരുന്നു എന്ന് നിനക്ക് തോന്നും. എല്ലാം നഷ്ടപ്പെട്ടിട്ട് കുറ്റബോധം തോന്നിട്ട് വല്ല കാര്യമുണ്ടോ രേവതി? ഇപ്പോ നീ ശരിയായ തീരുമാനം എടുത്താൽ KSRTC ഡ്രൈവറെയും കെട്ടി നിന്റെ അച്ഛനും അമ്മയ്ക്കും കൊച്ചുമക്കളെയും സമ്മാനിച്ച് ഒരുപാട് കാലം നിനക്ക് സന്തോഷമായി ജീവിക്കാം. അതുകൊണ്ടാ രഘുചേട്ടൻ പറയുന്നത്. കരച്ചിൽ നിർത്ത്, എന്നിട്ട് രഘുചേട്ടൻ അനുസരിക്ക്. എത്ര പറഞ്ഞിട്ട് ഈ കുട്ടിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. രേവതി, എനിക്കൊരു വാക്കേ ഉള്ളൂ. ഞാൻ പറയുന്ന അനുസരിച്ചാൽ നിന്റെ മുൻപിൽ വെച്ച് ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യും. ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഈ വീഡിയോ എയറിൽ പാറിപ്പറന്ന് കിടക്കും. പിന്നെ നിന്റെ കല്യാണവും കുടുംബവും സ്വാഹ. അതുകൊണ്ട് എന്റെ പൊന്നുമോള് നല്ല കുട്ടിയായിട്ട് അനുസരിക്കും. വാ വാ. ഫോൺ കാണാം. നോക്കല്ലേ? കണ്ടില്ലേ കൈലാഷ് സാർ, ജോലി സമയത്ത് ഇവര് ചിട്ടി നടത്തിയെന്ന് എന്നോട് വന്ന് പറഞ്ഞു രഘുവാ. അതിന്റെ ദേഷ്യ ഇവൻ രഘുവിനോട് തീർക്കണത്. കൈലാഷ് സാറ് പറഞ്ഞതുകൊണ്ട് ഞാനത് വിട്ടു, പക്ഷെ ഇവൻ അത് വിട്ടില്ല. ഈ നെകളിപ്പ് പിടിച്ചവനൊക്കെ ഇനിയും ഈ സ്ഥാപനത്തിൽ വെച്ചോണ്ടിരിക്കണമെന്ന് കൈലാഷ് സാർ പറയോ? നെകളിപ്പ് പിടിച്ച ഒറ്റ ഒരെണ്ണത്തിനെയും ഈ സ്ഥാപനത്തിൽ ഒരു നിമിഷം പോലും വെച്ചോണ്ടിരിക്കരുതെന്നാ എന്റെ അഭിപ്രായം. ഇവിടെ നെകളിപ്പ് പിടിച്ചത് ആർക്കാ? ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കൈലാഷ്, എപ്പോ നോക്കിയാലും ഈ കമ്പനി പ്രശ്നങ്ങൾ തന്നെയാണല്ലോ. അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. ഈ കാര്യത്തിൽ കൈലാഷ് പ്രോപ്പറായിട്ട് ഒരു ആക്ഷൻ എടുത്തേ പറ്റൂ. ഷുവർ അരവിന്ദ്. അരവിന്ദ് പറഞ്ഞതുപോലെ പ്രോപ്പറായ ഒരു ആക്ഷൻ ഞാൻ എടുക്കേണ്ടതുണ്ട്. ഇന്ന് തന്നെ ഞാനത് എടുത്തിരിക്കും. ആരുടെ നേർക്കാ ഞാൻ ആക്ഷൻ എടുക്കേണ്ടത്?